വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു? നിങ്ങളിൽ അവർക്ക് എന്ത് സ്പെഷ്യാലിറ്റിയാണ് കാണുന്നത്? അവർ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തായിരിക്കാം? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനായിട്ട് ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ പേർക്കും ഇതൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്. ആ വ്യക്തി കൂടുതൽ ഒരു ഈഗോയിസ്റ്റിക് പേഴ്സണായിട്ട് കാണുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡുള്ളൊരു പേഴ്സണാണ്. അവർക്ക് കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ അവരുടെ ലൈഫിലേക്ക് വരണം. എന്ത് കാര്യം അവർ ആഗ്രഹിച്ചാലും അത് പെട്ടെന്ന് നടക്കണമെന്ന് ഒരു വാശിയുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. എന്നാൽ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു മാറിയതിൽ ഒത്തിരി റിഗ്രറ്റ് ചെയ്യുകയാണ്. ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അവർ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഒന്നുകൂടി നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരണം എന്നുള്ള ആഗ്രഹം. ആദ്യമായിട്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്തത് എങ്ങനെയാണോ ആ ഒരു സിറ്റുവേഷൻ അവർ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. ആ ഒരു രീതിയിൽ വീണ്ടും അവർക്ക് നിങ്ങളടുത്ത് വരണമെന്ന് അവരതിയായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് പിണങ്ങിയിരുന്ന ഈ ഒരു സാഹചര്യം മേ ബി നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒത്തിരി സ്റ്റക്ക് സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോവാണ്. ഈ ഒരു സമയത്തും അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ, കൈകോർത്ത് പിടിച്ച് നിങ്ങൾ സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിരുന്ന അവസരങ്ങൾ അവർ ഓർത്തെടുക്കുകയാണ്. അവരുടെ ലൈഫിൽ മറ്റെന്ത് കാര്യം അവരുടെ ലൈഫിൽ മേജറായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിൽ പോലും അവരുടെ കയ്യിലെ വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളാണ്. അവരുടെ ജീവിതത്തിലെ പ്രകാശം നിങ്ങളാണ് എന്ന് തന്നെയാണ് ആ വ്യക്തി ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിങ്ങളില്ലാതെ ആ വ്യക്തിയുടെ ലൈഫ് മുന്നോട്ട് പോകില്ല എന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. എത്രയും വേഗം അവർ നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് വളരെ ഫാസ്റ്റ് ആൻഡ് ക്വിക്കായിട്ട് നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുവഴി അവരുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. കൂടുതൽ പേർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു സോൾ മെസ്സേജ് കൂടി നോക്കാം. വൈ യു ആർ സ്പെഷ്യൽ ഫോർ ദം എന്നുള്ളതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ കാൺട്ട് ഇമാജിൻ എ മിനിറ്റ് വിത്തൗട്ട് യു. നിങ്ങളില്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല. അതായത് ഫുൾ ഡേ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. സ്നേഹം എന്താണ്, സ്നേഹിക്കുന്നത് എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കി തന്നത് നീയാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. യു ഹാവ് ടോട്ട് മീ വാട്ട് ലവ് ഈസ് ഓൾ അബൌട്ട്. ഗ്രേറ്റ്. ഐ നോ യു വിൽ ഓൾവേസ് ബി ദെയർ ഫോർ മീ. എനിക്കറിയാം നീ എപ്പോഴും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ നിന്നെ ലെറ്റ് ഗോ ചെയ്ത് പോയാലും, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയാലും എപ്പോഴും നിന്റെ മനസ്സ് നിറയെ ഞാനാണ് എന്ന് എനിക്കറിയാം എന്ന് ആ വ്യക്തിയുടെ സോൾ പറയുകയാണ്. യു ഹോൾഡ് മീ ലൈക്ക് യു നെവർ വോണ്ട് മീ ടു ഗോ. അതെ, എക്സാക്ട്ലി. അതായത് ആ വ്യക്തിക്ക് അറിയാം, ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം ഉപേക്ഷിച്ച് പോയാലും, നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നാലും, നിങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്തിരുന്നാൽ പോലും ആ വ്യക്തിയുടെ സോളിനറിയാം നിങ്ങളുടെ മൈൻഡ് നിറയെ ആ വ്യക്തിയാണ്, നിങ്ങളുടെ ഹൃദയം നിറയെ ആ വ്യക്തിയാണ്. ഇത് ആ വ്യക്തിയുടെ സോളിനും അറിയാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ടോട്ടലി നമുക്ക് പറയാൻ കഴിയും ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു ഡ്യുവൽ ക്യാരക്ടർ കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് ആ ഒരു പേഴ്സണ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടർ ഉണ്ടാവാം. അതുപോലെ തന്നെ പെട്ടെന്ന് ശാന്തരാകുന്നതും കാണാം. ആ വ്യക്തിക്ക് ഒരു ഇല്യൂഷനാണ്. എല്ലാ കാര്യങ്ങളിലും ആ വ്യക്തിക്ക് ഒരു ഇല്യൂഷനാണ്. ഇല്യൂഷൻ അതായത് ഒരു തെറ്റിദ്ധാരണയുണ്ട് ആ വ്യക്തിക്ക്. ആ വ്യക്തിക്ക് നിങ്ങളെ തന്നെ ചില സമയങ്ങളിൽ റിയലൈസ് ചെയ്യാൻ കഴിയാം. നിങ്ങൾ ഓവറായിട്ട് നിങ്ങളോട് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിച്ച് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അടുത്ത സമയം നിങ്ങളോട് അതിന് വേണ്ടിയിട്ട് സോറി പറയുന്നുണ്ടാവാം. ആ വ്യക്തിക്ക് തന്നെ ആ വ്യക്തിയുടെ അങ്ങനെയൊരു ക്യാരക്ടർ വളരെ തെറ്റായ ഒരു പെരുമാറ്റമാണ് നിങ്ങളോട് കാണിക്കുന്നത് പലപ്പോഴും ആ വ്യക്തിക്ക് തോന്നാറുണ്ട്.
പല സമയത്തും പല സന്ദർഭങ്ങളിലും നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ളത് തന്നെ ഈ ഒരു കാര്യത്തിനായിരിക്കാം. മേ ബി നിങ്ങൾ ഒരുപാട് തവണ അവരെ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടാവാം. അവരുമായിട്ട് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളെ നോ കോൺടാക്റ്റിലാക്കിയിട്ടുണ്ടാവാം. അതുപോലൊരു സാഹചര്യത്തിൽ ഇപ്പോഴും നിങ്ങൾ പലരും നോ കോൺടാക്റ്റിലാണ്. മേ ബി നിങ്ങളിൽ ആരെങ്കിലും സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും. സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ സോളുകൾ തമ്മിലൊരു നല്ല കണക്ഷൻ ഉണ്ട്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം. ഇൻറ്റ്യൂഷണലി നിങ്ങൾക്കറിയാം ആ വ്യക്തി ആഹ് എന്താണ്, എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത്, എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം ഇൻറ്റ്യൂഷണലി. എന്തായാലും ആ വ്യക്തിക്ക് നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് ആണുള്ളത്. അത് ആ വ്യക്തി ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടത്ത് ആ ഒരു പ്രണയം എങ്ങനെയാണ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റം, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങളിൽ ആ വ്യക്തി കാണുന്നു. അത് ആ വ്യക്തിയെ ഒത്തിരി ചിന്തിപ്പിക്കുന്നു. കുറച്ച് പേർക്ക് ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വേൾഡിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടിയിലോട്ട് അവരുടെ മനസ്സ് ചേഞ്ച് ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചില പേർക്ക് ഇതൊരു ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആ വ്യക്തിയുടെ മനസ്സ് ഒത്തിരി അശാന്തമായിട്ട് കാണുന്നു. ആ വ്യക്തി ഒരുപാട് മെൻ്റലി സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലോട്ട് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണമെന്ന് ആ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നോ മാറ്റർ ഹൗ അതേഴ്സ് സീ മീ, യു മേക്ക് മീ ഫീൽ സ്പെഷ്യൽ. മറ്റുള്ളവർ നിന്നെ എന്ത് കണ്ടാലും എനിക്ക് നീ എപ്പോഴും സ്പെഷ്യലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഐ ലൈക്ക് ഹൗ യു ഷെയർ എവറിത്തിങ് വിത്ത് മീ. കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തിയോട് ഷെയർ ചെയ്തിരുന്നു. ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി നിങ്ങളോട് വളരെ ഇഷ്ടമാണ്. ദ സ്പാർക്കിൾ ഇൻ യുവർ ഐസ് മേക്സ് മീ ഡേ. അതായത് നിങ്ങളുടെ ഐസിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നു. നിങ്ങളുടെ കണ്ണുകളുടെ ആ ഒരു തിളക്കം ആ വ്യക്തിയെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. യു നോ മീ ബെറ്റർ ദാൻ ഐ നോ മൈസെൽഫ്. ഞാൻ എന്നെ അറിയുന്നതിനേക്കാളും ബെറ്ററായിട്ട് നീ എന്നെ അറിയുന്നു എന്നാണ് ആ വ്യക്തിയുടെ സോള് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഉള്ള സോൾ മെസ്സേജസ്. ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് സ്പെഷ്യാലിറ്റി ആണുള്ളത് എന്നാണ് ആ വ്യക്തിയുടെ സോൾ മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലായത്.